ഖുർആൻ അകമ്പൊരുളിലേക്ക് വരുമ്പോൾ അവിടെ അകമ്പൊരുളുകാരൻ പറയുന്ന ചില സംഗതികളുണ്ട്. സൂറത്ത് ബഖറയിലെ 142 ആയത്തിൻ്റെ അവസാന ഭാഗം യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഉദ്ദേശിക്കുന്നവരെ അവൻ നേർദിശയിലേക്ക് നയിക്കുന്നു. ഇവിടെ സിറാത്തു മുസ്തഖീം എന്നതിനാണ് നേർദിശ എന്ന് അർത്ഥം പറഞ്ഞത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ ദിശ എന്ന് ഉദ്ദേശമാണ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം നേർക്കുനേലുള്ള അർത്ഥം വഴി എന്നാണ്. നമ്മളതിന് പിടിച്ചു തൂങ്ങുന്നില്ല. എന്തായിരുന്നാലും ഈ ദിശ ചൂണ്ടിക്കാണിക്കുക എന്നത് ആരാ ചെയ്യേണ്ടത്? പ്രവാചകനാണ്. അതും അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ പുതിയൊരു ദിശ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രവാചകൻ പുതിയൊരു ദിശ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന യഹൂദ, ക്രൈസ്തവ, ഹൈന്ദവ, ബുദ്ധ, അങ്ങനെ ലോകത്ത് നിലവിലുള്ള എല്ലാ ദിശകൾക്കും പകരം ഒരു പുതിയ ദിശ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. ആ ദിശയെ വർണ്ണിക്കുകയാണ് വരും വചനങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള 143 സൂക്തം. ആ സൂക്തത്തിൽ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, അപ്രകാരം നിങ്ങളെ നാം ഒരു സന്തുലിത സമൂഹമാക്കി നിങ്ങൾ മനുഷ്യരാശിക്ക് സാക്ഷികളാകുന്നതിനു വേണ്ടി. നിങ്ങൾ മനുഷ്യരാശിക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി. ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ആരോടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തോടാണ്. കാരണം ഖുർആൻ ഇവിടെ സംബോധന ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തെയാണ്. ഖുർആനിൽ എല്ലാവരെയും സംബോധന ചെയ്യുന്നുണ്ട്, എന്നാൽ ഇവിടെ സംബോധന ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സമൂഹത്തെയുമാണ്. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാണ്, അനീതിക്കിരയാകുന്ന മനുഷ്യർക്ക് വേണ്ടി സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് ഈ സമൂഹം. ഏത് സമൂഹം? മുസ്ലിം സമൂഹം. എന്നാൽ ലോകത്ത് ഇന്ന് നടമാടുന്ന മതങ്ങളുടെ പേരിലായാലും അല്ലാത്തതിൻ്റെ പേരിലായിരുന്നാലും നടമാടുന്ന അനീതിക്കെതിരിൽ എഴുന്നേറ്റ് നിന്ന് നിൽക്കേണ്ടവരാണ് ഈ മുസ്ലിം സമൂഹം. ഉമ്മത്ത് മുസ്ലിമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം എന്നാണ്. അനുഷ്ഠാന മതങ്ങളുടെ അടിസ്ഥാന ദൗത്യമാണ് ഇതെന്ന് വിശ്വാസികൾ തിരിച്ചറിയുണ്ടാവണമെന്നാണ്. ഏത്? നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് മതങ്ങളുടെ അടിസ്ഥാന ദൗത്യമാണ്. ഇവിടെ മതങ്ങൾ എന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മതങ്ങൾ നിലകൊള്ളേണ്ടത് നീതിക്ക് വേണ്ടിയാണ്. പക്ഷേ ലോകത്ത് നിലവിലുള്ള ഒരു മതവും നീതിക്ക് വേണ്ടി നിലകൊള്ളില്ല എന്നതുകൊണ്ട് ഇവിടെ അത് മുസ്ലിങ്ങളുടെ ബാധ്യതയായി വരുന്നു. അനുഷ്ഠാന ആചാരങ്ങളിൽ പരിമിതപ്പെടുന്നതല്ല അത്. കാരണം മതം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തിലും ആചാരങ്ങളിലും പരിമിതപ്പെടുന്നതല്ല. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ തന്നെ, അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ബാധ്യത. അടിസ്ഥാനപരമായിട്ടതാണ് ഉണ്ടാവേണ്ടത്. മനുഷ്യർക്ക് ജീവിതം കൊണ്ട് സാക്ഷിയാകലാണ് ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുസ്ലിമയുടെ ബാധ്യതയായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ സർവ്വവേദ അല്ലെങ്കിൽ സർവ്വമത സത്യവാദത്തിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് വരിക. കാരണം നബി സല്ലല്ലാഹു ഖുർആൻ ഇവിടെ മുസ്ലിം സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ മറ്റ് മനുഷ്യർക്ക് സാക്ഷികളാവണം. മറ്റ് മനുഷ്യർ എന്ന് പറയുന്നത് ആരെയാണ്? മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതങ്ങളില്ലാത്ത ഏത് വിഭാഗവുമാവാം. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ സാക്ഷികളാവണമെന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആ സാക്ഷ്യം വഹിക്കാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവർ ഇസ്ലാമിൻ്റെ അനുയായികളാണ്. കാരണം മറ്റുള്ളതൊന്നും ഇസ്ലാമിൽ അല്ല, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ളതല്ല. അതൊക്കെ അനീതിയിൽ അധിഷ്ഠിതമാണ്, ശിർക്കിലും കുഫറിലും ഒക്കെ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് നിങ്ങളാണ് നീതിക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ട സമൂഹം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സമൂഹത്തോടും പറയുന്നത്. യകൂന റസൂലു അലൈക്കും ഷഹീദ എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നിലകൊള്ളുന്ന ആ ഒരു മാർഗത്തിൽ
സാക്ഷികളാവണമെന്ന് പറയുമ്പോൾ അതിലേക്ക് അവരെ ക്ഷണിച്ച് അതിലേക്ക് ആളുകളെ അടുപ്പിക്കാനാണ് അവർ ശ്രമിക്കേണ്ടതെന്ന് വന്നു. അപ്പോൾ ലോകത്ത് നിലവിലുള്ള വ്യവസ്ഥകളിൽ, മതങ്ങളിൽ മനുഷ്യന് സ്വീകാര്യമാവേണ്ടുന്ന ദിശ അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ജീവിത രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. മറ്റുള്ളതൊന്നും സ്വീകാര്യമല്ല എന്ന് വരും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളെ അകമ്പൊരുളുകാരൻ കോടാലി വെച്ചിട്ട് തകർക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം തന്നെ അത് ഏറ്റു പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അത് മറന്നിട്ട് അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതാണ്. പിന്നീട് തുടർന്ന് 145-ാമത്തെ സൂക്തത്തിൽ അദ്ദേഹം പറയുന്നത് വമാ ബാലുഹും ബിതാബിൻ ഖിബ്ലത ബാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു വലൈൻ അതൈതല്ലദീന ഊതുൽ കിതാബി കുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക്. നീ അവർക്ക് എന്ത് തെളിവുകൊണ്ട് കൊടുത്തിട്ടും കാര്യമില്ല, അവർ നിൻ്റെ ഖിബലയെ, നിൻ്റെ ദിശയെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ ദിശ എന്ന് പറഞ്ഞത് കഅബയാകുന്ന ഖിബല എന്നത് മാത്രമല്ല, ഇസ്ലാം എന്നത് കൂടിയാണ് എന്ന് തന്നെ നമുക്ക് വെക്കാം. എന്ന് പറഞ്ഞാൽ എന്ത് തെളിവുകൊണ്ട് കൊടുത്താലും അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവില്ല. എന്തിനേറെ അവർ തമ്മിൽ തന്നെ ഒരു ഭാഗത്ത് ഇസ്ലാമിനെയും നബിയെയും ഖുർആനെയും ഒക്കെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ, കൂട്ടുകൂടുമ്പോൾ തന്നെ അവർ പരസ്പരം തന്നെ അവരുടെ ഓരോരുത്തരും മറ്റവരുടെ ദിശ അംഗീകരിക്കാൻ തയ്യാറല്ലാതാണ്. അപ്പോൾ അവരുള്ളാലെ ശത്രുക്കളാകുമ്പോൾ തന്നെയാണ് പുറമേക്ക് ബാഹ്യമായിട്ട് അവർ മിത്രങ്ങളായി അഭിനയിച്ചുകൊണ്ട് നിന്നെ എതിർക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ സംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക സമൂഹവും, മറ്റൊന്ന് അതിന് വിരുദ്ധമായിട്ട് ലോകത്ത് നിലവിലുള്ള മറ്റ് അനിസ്ലാമിക വ്യവസ്ഥിതികളും അനിസ്ലാമിക നിയമങ്ങളും മതങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ഏത് സ്വീകരിക്കണം എന്ന് അവിടെ ഖുർആൻ പറയണമെന്നുള്ള വളരെ വ്യക്തമാണ്. അപ്പോൾ അവരിത് സ്വീകരിക്കണ്ടോ അല്ല എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലും അവൻ്റെ പ്രവാചകൻ്റെ ചര്യയിലും എന്താണോ ഉള്ളത് അത് അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, ലോകത്തുള്ള എല്ലാ ജനതയും. അപ്പോൾ അതിലേക്കാണ് ജനങ്ങളെ സംബോധന ചെയ്യേണ്ടതെന്നാണ്. അതിന് വിരുദ്ധമാണ് നമ്മളുടെ അകമ്പൊരുളുകാരൻ പറയുന്നത്. ദിശയും രീതിയും അവരവർ നന്നായി ഉൾക്കൊണ്ടു പോകുക എന്നതിനപ്പുറം അവരനെ എതിർക്കാൻ തുനിയുന്നത് എന്തിന് എന്നാണ് പിന്നത്തെ ചോദ്യം. അപ്പോൾ ഓരോരുത്തരും അദ്ദേഹത്തിലൂടെ വരുത്തി തീർക്കണത്, അകമ്പൊരുളുകാരൻ വരുത്തി തീർക്കണത് ഓരോരുത്തരും അവരുടെ ദിശ സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ മതി, അവരനെ എതിർക്കേണ്ടതില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അതാണോ ഇവിടെ ഖുർആൻ പറയുന്നത്? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് നീ എന്ത് തെളിവ് കൊണ്ട് കൊടുത്താലും അവർ നിൻ്റെ ദിശ സ്വീകരിക്കാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? നീ സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിൻ്റെ ദിശ സ്വീകരിക്കുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവരതിന് തയ്യാറല്ല, നിന്നെ അപ്പോഴും അവർ എതിർത്തുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല അവർ പരസ്പരം തന്നെ ഓരോ കൂട്ടരും മറ്റേ കൂട്ടരുടെ ദിശ സ്വീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ്, എന്ന് പറഞ്ഞാൽ താൻ പറയുന്നത് ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി പിന്നെ പറയുന്നു, പിന്നെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പിന്നെയും പറയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ അകമ്പൊരുളുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം 146-ാമത്തെ സൂക്തത്തിൽ അർത്ഥം പറയുന്നത് എന്താണ്? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. വേദവാഹകർക്ക് പ്രവാചകനെ സ്വന്തം മക്കളെപ്പോലെ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നബി എന്തിനാണ് വന്നിട്ടുള്ളത്? നബിയെ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ വേദക്കാരെന്ന് പറയുമ്പോൾ യഹൂദരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇന്ത്യയിലെ ഹിന്ദുക്കളാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നതിൽ അവരിലെ വലിയൊരു വിഭാഗം മുമ്പോട്ട് വരുന്നില്ല. വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഈ സത്യം അവർ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ ഈ സത്യം മറച്ചു വെക്കുന്ന ആളുകൾ നബിയെ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. നബിയെ സ്വീകരിക്കുന്നവരാരായിരിക്കും? ഈ സത്യം അംഗീകരിച്ചിട്ട് നബിയുടെ പക്ഷത്തേക്ക് മാറുന്നവരായും. അപ്പോൾ ഇവിടെ രണ്ട് പക്ഷമേ ഉള്ളൂ. ഒന്ന് സത്യത്തിൻ്റെ പക്ഷം. ആ സത്യത്തിൻ്റെ പക്ഷം വേദക്കാരിലുള്ള ആളുകൾ നബിയുടെ പക്ഷത്തേക്ക്, ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് മാറും. അല്ലാത്തവർ കുഫറിൻ്റെ പക്ഷത്ത്, അതായത് ഇസ്ലാമിൻ്റെ വിരുദ്ധ പക്ഷത്ത്, നബിയുടെ വിരുദ്ധ പക്ഷത്ത് നിലകൊള്ളും. പക്ഷേ ഖുർആൻ ഇങ്ങനെ പറയുമ്പോഴും നമ്മളുടെ അകമ്പൊരുളുകാരൻ ഇത് രണ്ടിനെയും സമീകരിച്ചു കൊണ്ട് ഒന്നാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് അവർക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി അദ്ദേഹം പെടാപാട് പെടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെയോ ബുദ്ധിയുടെയോ യുക്തിയുടെയോ യാതൊരു പിൻബലവും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്നതിൻ്റെ അർത്ഥം നബിയെ എതിർക്കാതിരിക്കലാണ് എന്ന് അദ്ദേഹം തട്ടിവിടുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി തൻ്റെ മനസ്സിലും ബുദ്ധിയിൽ ഉദിക്കുന്ന തെറ്റായിട്ടുള്ള ആശയങ്ങൾക്കനുസൃതമായിട്ട് ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇതാണ് അകമ്പൊരുൾ എന്ന് പറയുന്ന ഈ സവിശേഷമായിട്ടുള്ള പുസ്തകത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊരുളുമായിട്ട് മുമ്പോട്ട് പോയാൽ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോവുകയേ ഉള്ളൂ എന്നതാണ് വായനക്കാർ മനസ്സിലാക്കേണ്ടത്.